കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്ക് ഒറ്റവീൽ സൈക്കിളിൽ സാഹസിക യാത്ര നടത്തുകയാണ് കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശി സനീദ്. കുട്ടനാട്ടിലൂടെ കഴിഞ്ഞ ദിവസമാണ് സനീദും കൂട്ടുകാരും കടന്നുപോയത്. ഈ സാഹസിക സഞ്ചാരിയുടെ വിശേഷങ്ങളിലേക്ക്. കണ്ണൂർ സ്വദേശികളായ സനീദും താഹിറും ജുനൈദും 12 ദിവസം മുമ്പാണ് കന്യാകുമാരിയിൽ നിന്നും സൈക്കിളിൽ കാശ്മീരിലേക്ക് യാത്ര ആരംഭിച്ചത്. സേ നോ ടു ഡ്രഗ് എന്ന സന്ദേശവുമായാണ് സാഹസിക യാത്ര. നാടു കാണാൻ ഇറങ്ങുമ്പോൾ അതല്പം സാഹസികമായി തന്നെ വേണമെന്ന ചിന്തയാണ് സനീദിനെ ഒറ്റവീൽ സൈക്കിൾ യാത്രയിലേക്ക് എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ 1060 കിലോമീറ്റർ ഒറ്റ ചക്രത്തിൽ യാത്ര ചെയ്തു. 21 ദിവസം വിശ്രമിച്ച ശേഷം സൈക്കിളുകളുടെ തകരാറുകളൊക്കെ പരിഹരിച്ച് വീണ്ടും യാത്ര ആരംഭിച്ചു. 4600 കിലോമീറ്റർ യാത്ര 6 മാസം കൊണ്ട് പൂർത്തിയാക്കുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം. വേൾഡ് ടൂറും വേൾഡ് റെക്കോർഡും ഒക്കെ ഈ ചെറുപ്പക്കാരുടെ സ്വപ്നമാണ്. എന്റെ പേര് സനീദ്. ഞാൻ കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശിയാണ്. ഞാൻ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സൈക്കിളിൽ പോയിട്ടുണ്ടായിരുന്നു, ഇതേപോലെ ഫ്രണ്ട് വീലാണ്. ഇപ്പൊ കന്യാകുമാരി ടു കാശ്മീർ പോയിക്കൊണ്ട് കാണാം. അന്നത്തേക്ക് ഒരു 12 ദിവസമായി സ്റ്റാർട്ട് ചെയ്ത്. അതിൽ 4 ദിവസം മഴ കൊണ്ട് പോയി. ഇപ്പോ കാശ്മീരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 4600 കിലോമീറ്റർ, 6 മാസം പോയി യാത്ര. ഇതെന്റെ ഒരു ഡ്രീം റൈഡ് ആണ്. അപ്പോൾ അതിന് ഞാൻ കൊടുത്ത മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ സേ നോ ടു ഡ്രഗ്സിനെതിരെ. എന്റെ ബാക്കിലുണ്ട് ബോർഡ് ഉണ്ട്. അപ്പോൾ ഇതൊരു വേൾഡ് റെക്കോർഡ് കൂടിയാണ്. പക്ഷേ എന്താ പറയാ, വേൾഡ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും. 1.5 മുകളിലാവും. അപ്പോൾ നമ്മളത്ര എമൗണ്ട് ഇല്ല, അതുകൊണ്ട് നമ്മള് അത് കൊടുത്തില്ല. പക്ഷെ പോകുന്ന വഴിയിൽ ആരെങ്കിലും സെറ്റ് ആവലാണെങ്കിൽ വേൾഡ് റെക്കോർഡ് കൊടുക്കും. അവിടുന്ന് വേൾഡ് ടൂർ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം പോസിബിൾ ആണെന്ന് തോന്നുന്നു. യാത്രയ്ക്ക് തൽക്കാലം സ്പോൺസർമാരില്ല. മൂവരും ചേർന്ന് സമാഹരിച്ച തുകയൊക്കെ ഇതിനോടകം ചെലവായി. കേരളം കടന്നാൽ ജോലി ചെയ്ത് യാത്ര തുടരാൻ തന്നെയാണ് തീരുമാനം. ഡ്രീം റൈഡ് പൂർത്തിയാക്കാൻ 6 മാസം വേണ്ടിവരുന്നതും ഇതിനാലാണ്. ഒറ്റച്ചക്രത്തിൽ ഉയരങ്ങൾ താണ്ടാൻ പരിശ്രമിക്കുന്ന സനീദിനും പിന്തുണയായി കൂടെ ചവിട്ടുന്ന താഹിറിനും ജുനൈദിനും KCB ന്യൂസിന്റെ ആശംസകൾ.